ഈ കേരള രാഷ്ട്രീയത്തിൽ ഈ UDF-ഉം LDF-ഉം ചില കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വോട്ട് പിടിക്കുന്നത്. അതായത് ഈ RSSനെ അവർ വലിയ രീതിയിൽ കുറ്റം പറയും. അങ്ങനെയാണ് അവരുടെ ഒരു വോട്ടിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അതായത് RSSനെ കുറ്റം പറഞ്ഞാൽ മുസ്ലിം വോട്ടുകളെല്ലാം കൂടി തന്നെ താനെ ഇടതുപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ UDF-ന്റെയും പെട്ടിയിലേക്ക്, അതായത് വോട്ട് പെട്ടിയിലേക്ക് വന്ന് വീഴും എന്ന ഒരു ചിന്താഗതിയുണ്ട്. അങ്ങനെ 24 മണിക്കൂറും RSSനെയും അല്ലെങ്കിൽ BJP-യും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ വോട്ട് വാങ്ങി MLA ആയിട്ട് മാറുന്നതാണ് ഏറ്റവും പ്രധാനം. നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകനായ TG മോഹൻദാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് RSSനെ ആക്രമിച്ചാൽ മുസ്ലിം വോട്ട് കിട്ടുമെന്നാണ് ചിലർ ചിന്തിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ TG മോഹൻദാസ് പറയുകയാണ്. ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി VD സതീശൻ സത്യത്തിൽ RSSനോട് വിരോധമില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഗോർവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചത്. മുസ്ലിമുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന ആഗ്രഹം, അതിനുവേണ്ടി ഇവർ കണ്ടെത്തുന്ന മാർഗമാണ് RSSനെ ആക്രമിക്കുക എന്നതാണ്. RSSനെ ആക്രമിച്ചാൽ മുസ്ലിം വോട്ട് കിട്ടുമെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? RSSനെ ആക്രമിച്ചാൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടില്ല എന്ന് മാത്രമല്ല, കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ വോട്ടുകളും കൂടി തനിയെ നഷ്ടമാകുമെന്നാണ് TG മോഹൻദാസ് പറയുന്നത്. രാജ്യത്തിപ്പോൾ ദേശീയ വികാരം കൂടിക്കൂടി വരുന്നുണ്ട്. ഈ ദേശീയ വികാരം കൂടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. BJP അവിടെ എത്രത്തോളം ശക്തമായി വളരുന്നുണ്ടെന്ന്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. പക്ഷെ മനസ്സിലാകാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലുതായിട്ട് പൊളിറ്റിക്സ് ഒന്നും അവർ ചിന്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അവർക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ട്യൂബ്ലൈറ്റ് പോലെയാണ് അവരുടെ തലച്ചോറെന്ന് പറയുന്നത്. പതുക്കെ പതുക്കെ മാത്രമേ, അല്ലെങ്കിൽ വൈകി മാത്രമേ അവർക്ക് എന്താണ് സത്യാവസ്ഥ, രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. കാരണം കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ BJP വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന്റെ ദേശീയ ഭക്ഷണം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്ന പൊറോട്ടയും ബീഫും ഒന്നും കഴിക്കാൻ പറ്റില്ല, അവിടെ കൊണ്ട് BJP സർക്കാർ അവിടെ തടയിടും എന്നൊക്കെയുള്ള ഒരു പ്രചാരണം, ഒരു കുപ്രചാരണം LDF-ഉം UDF-ഉം ഒക്കെ നിരന്തരം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പരത്തുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഭൂരിഭാഗം വോട്ടുകൾ അവർ വാങ്ങിച്ചു കൂട്ടുന്നത്. ആ ഒരു ചിന്ത കേരളത്തിലെ മലയാളികൾക്ക് ഉണ്ട്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആഹാരത്തിനെയാണ്. ആഹാരം, എന്ത് ഭക്ഷണം നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയാലും അത് ഹിറ്റായി മാറും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ മുസ്ലിമുകളെ ഇവർ BJP-ക്കെതിരെയും RSSനെതിരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് മുസ്ലിംസിന്റെ വോട്ടുകൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു രീതിയാണ് കേരള രാഷ്ട്രീയത്തിലടക്കം കണ്ടുവരുന്നത്. ദേശീയ വികാരം വർദ്ധിപ്പിച്ചാൽ ഏത് പാർട്ടിക്ക് ഗുണം കിട്ടും? അവർ വളരും. കോൺഗ്രസിനെ ഇങ്ങനെ ശ്രമിച്ചാൽ വളരാം. പക്ഷേ കോൺഗ്രസ് അങ്ങനെയൊന്നും ശ്രമിക്കാറേയില്ല. കമ്മ്യൂണിസ്റ്റുകാർക്കും വളരാൻ സാധിക്കും. BJP കേരളത്തിൽ കൃത്യമായി പ്രവർത്തിക്കുകയും അവർ വിജയം കാണുകയും ചെയ്യും. മോഹൻ ഭാഗവതിന് എന്തിന് സുരക്ഷ നൽകുന്നുവെന്ന് ചോദിക്കുന്നവർ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഒരു ഫ്രസ്ട്രേഷനാണ്. ഇത്രയേറെ ചെയ്തിട്ടും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഘടന കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഒരുപാട് സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നു. ഇത്രയേറെ വെറുപ്പുണ്ടാക്കുന്ന പരിപാടികൾ ചെയ്തിട്ടും കേരളത്തിൽ 3 സീറ്റുകൾ കിട്ടി. വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ മോഹൻ ഭാഗവത് പറയുന്നത് കേൾക്കാൻ പോകുന്നു. ഇത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ ദയയോടെ കാണണം. അവരുടെ സമ്മർദ്ദം നമ്മൾ ആലോചിക്കണം. കിടന്നാൽ അവർക്ക് ഉറക്കമില്ല. കാരണം അവർക്കൊട്ടും ഇഷ്ടമില്ലാത്ത സംഘടന വളർന്ന് വരികയാണ്. എന്നാൽ വിരോധ ഭക്തി കാണിച്ച് ഒടുവിൽ അവർ അതിന്റെ ഭക്തന്മാരായി മാറും. കഠിനാധ്വാനം, സ്ഥിരോത്സാഹം, അതാണ് RSSന്റെ വളർച്ചയുടെ കാതൽ. 100 വർഷം എന്നത് ഒരു പുരുഷായുസ്സാണ്. ആര് വിമർശിച്ചാലും ചെയ്യാനുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുക എന്നതിലാണ് RSSന്റെ ഏറ്റവും മികച്ച വിജയം. അങ്ങനെയാണ് TG മോഹൻദാസ് പറഞ്ഞത്. അതായത് ഇപ്പോൾ RSSന്റെ ഓരോ നീക്കങ്ങളും, BJP-യുടെ ഓരോ നീക്കങ്ങളും LDF-നോ UDF-നോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനോ അവർക്ക് ആർക്കും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നീക്കമാണ്. ഇവരെന്ത് കരുക്കളാണ് നിൽക്കുന്നതെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. പ്രതിപക്ഷം ചിന്തിച്ച് അവസാനിക്കുന്ന ഇടത്താണ് BJP-യും RSS-ഉം ഒക്കെ ചിന്തിക്കുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത്.